ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിലെ മാത്സ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. 51-ാമത്തെ ചോദ്യം. രണ്ട് സംഖ്യകൾ 3:5 എന്ന അനുപാതത്തിൽ ആണ്. ഓരോ സംഖ്യയും 10 കൂട്ടിയാൽ അവയുടെ അനുപാതം 5:7 ആയി മാറുന്നു എങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 15-25, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. 60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. 12 ദിവസത്തിനു ശേഷം അദ്ദേഹം 70 പേരെ കൂടി ചേർത്തു. ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും എന്നതായിരുന്നു. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, 36. ഓപ്ഷൻ സി 36. അടുത്ത ചോദ്യം 53. ഒരാൾ 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു. ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്ക് ഇല്ല. അയാൾ ഒരു കുതിരയെ 25% ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിൻ്റെ ശതമാനം എത്രയാണ് എന്നതായിരുന്നു. ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, 16/2/3 ആണ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. ഓരോ 1/10 കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ട് ഒരു പെട്ടി നിറയ്ക്കണം. ആപ്പിൾ നിറച്ചതിന് ശേഷം പെട്ടിയുടെ ഭാരം 4/5 കിലോഗ്രാമിൽ കൂടരുത്. പെട്ടിയിൽ വയ്ക്കാവുന്ന പരമാവധി ആപ്പിൾ എത്രയാണ് എന്നതാണ്. ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, 8 എണ്ണമാണ്. ഓപ്ഷൻ ബി 8 എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം. ഗണിത ശ്രേണിയിൽ 10,877 തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം? ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, 73. ഓപ്ഷൻ സി 73 എന്നുള്ളതാണ് ഉത്തരം. ഇതൊരു കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം 56. 42 സെൻറ്റിമീറ്റർ വ്യാസവും 10 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടർ ആകൃതിയുള്ള ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചിരിക്കുന്നു. ബക്കറ്റിലെ മണൽ താഴേക്ക് ഇട്ടപ്പോൾ മണൽ ഒരു കോണിൻ്റെ ആകൃതിയിലേക്ക് മാറി. കോണിൻ്റെ ഉയരം 21 സെൻറ്റിമീറ്റർ ആണെങ്കിൽ കോണിൻ്റെ അടിസ്ഥാന വിസ്തീർണം എത്രയാണ് എന്നതാണ്. ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്, 1980 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം ഒരു ക്രിയ ചെയ്യാനുള്ള ചോദ്യമാണ്. 57. ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1/20. ഓപ്ഷൻ ബി 1/20. അടുത്ത ചോദ്യം 58. 9x + 3x - 90 = 0 എങ്കിൽ എക്സിൻ്റെ മൂല്യം എത്ര എന്നതാണ്. ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 2 എന്നതാണ് ഉത്തരം. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം 59. 2 വർഷത്തേക്ക് പ്രതിവർഷം 10% എന്ന നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 25 എങ്കിൽ തുക കണ്ടെത്തുക. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2500. ഓപ്ഷൻ ബി 2500. അടുത്ത ചോദ്യം 60 - 10 എന്നാൽ 600. 12/4 എന്നാൽ 16. 6 × 3 എന്നാൽ 3. 10 + 2 എന്നാൽ 5 എങ്കിൽ 100 - 10 × 100 / 1000 + 100 × 10 എത്ര എന്നതാണ്. ഇതൊരു ക്രിയ ചെയ്യാനുള്ള ചോദ്യമായിരുന്നു. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, 0 എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻ ബി 0. അടുത്ത ചോദ്യം 61. അർജുൻ തൻ്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 15 കിലോമീറ്റർ നടന്നു. പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് 40 കിലോമീറ്റർ നടന്ന് ഒടുവിൽ ഇടത്തോട്ട് തിരിഞ്ഞ് 15 കിലോമീറ്റർ പിന്നിട്ടു. അവൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ്? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, 15 കിലോമീറ്റർ. അടുത്ത ചോദ്യം. ആൽഫ സംഖ്യാ ശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്താനായിരുന്നു. ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്, N2676S എന്നുള്ളതാണ്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം 63. വർഷത്തിലെ ആദ്യ ദിവസം, അതായത് അതിവർഷം ഒഴികെയുള്ളത് ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിനം ഏതാണ് എന്നതാണ്. ഇതിന് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, ഞായർ. അടുത്ത ചോദ്യം 64. പി ക്യൂവിൻ്റെ സഹോദരിയാണ്. ആർ എന്നത് ക്യൂയുടെ അമ്മയാണ്. എസ് എന്നത് ആറിൻ്റെ പിതാവ്. എസിൻ്റെ അമ്മയാണ് ടി എങ്കിൽ പിക്ക് എസുമായുള്ള ബന്ധം എന്താണ് എന്നതാണ്. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കൊച്ചുമകൾ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി, കൊച്ചുമകൾ. അടുത്ത ചോദ്യം 65. ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും 53% പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു. 2 വിഷയങ്ങളിലും 15% തോറ്റാൽ 2 വിഷയങ്ങളിലും വിജയിച്ചവരുടെ ശതമാനം എത്ര? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 22. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം 66. ചുവപ്പ് എന്ന് പറഞ്ഞാൽ 12, നീല 20, വയലറ്റ് 42, മജന്തയുടെ കോഡ് എന്താണ് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, 56. ഇത് ഓരോ കളറുകളും ഇംഗ്ലീഷിലാക്കിയിട്ടാണ് ഇവിടെ കോഡ് എടുക്കേണ്ടത്. ഓക്കെ, ഉത്തരം ഓപ്ഷൻ സി 56 ആണ്.
അടുത്ത ചോദ്യം 6:40 ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്, 40 ഡിഗ്രി. ഓപ്ഷൻ എ 40 ഡിഗ്രി. അടുത്ത ചോദ്യം 68. 5 AM ശരിയായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാച്ച് ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു. അതേ ദിവസം 10:20 AM വാച്ചിലെ യഥാർത്ഥ സമയം എത്രയാണ് എന്നതാണ്. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, 10 AM. ഓപ്ഷൻ സി 10 AM. അടുത്ത ചോദ്യം 69. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ആണ്. ഈ സംഖ്യകളിൽ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്നതാണ്. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, 10. ഓപ്ഷൻ ബി 10. അടുത്ത ചോദ്യം 70. ഒരു വിവാഹ പാർട്ടിയിലെ 40 സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈകുലുക്കി കൈകുലുക്കലുകളുടെ എണ്ണം എത്ര എന്നതാണ്. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 780. ഓപ്ഷൻ ഡി 780.